ഹാൻഡ് റെയിൽ അടിക്കുന്ന സമയത്ത് കാല് വരുന്നിടത്തൊക്കെ നമ്മൾ ഇതുപോലെ കപ്പ് യൂസ് ചെയ്യാറുണ്ട്. കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും. നമ്മൾ മിക്ക വീട്ടിലും ഡെയിലി അടിച്ചുവാരി തുടക്കുകയാണെങ്കിലും ഈ സ്റ്റെയർ കേസ് ഒന്നും ഒരു കാരണവശാലും ഡെയിലി വൃത്തിയാക്കാനൊന്നും ആരും നിൽക്കില്ല. അതിനുള്ള സമയം ഉണ്ടാവില്ല. ഒന്നിക്കൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 5-6 മാസം വർഷത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വീട് മൊത്തത്തിൽ വൃത്തിയാക്കാറ്. നമ്മൾ SSL ആണെങ്കിൽ ഒരു മാസത്തിലെങ്കിലും കോട്ടൺ വേസ്റ്റോട് ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല തുടക്കുന്നതിന് കണക്കായിട്ട് ഇതിൻ്റെ ഷൈനിങ് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ തുടക്കുന്ന സമയത്ത് മിക്ക സ്ഥലങ്ങളിലും കപ്പിടുമ്പോൾ വൈറ്റ് സിമെൻറ്റിൽ ഇട്ടിട്ട് അടക്കലാണ് പതിവ്. ചില സ്ഥലത്താണ് ഇങ്ങനെ കാണാറ്. അപ്പോൾ അങ്ങനെ തുടക്കുന്ന സമയത്ത് ഒന്ന് കപ്പ് പൊന്തിച്ചിട്ട് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. ഇനി അഥവാ ഇതുപോലെ മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്താണ് ഹാൻഡ് റെയിൽ അടിക്കുന്നതെങ്കിൽ കപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം GP സ്ക്വയർ പൈപ്പ് കൊണ്ട് അടിച്ചതാണ്. കപ്പിട്ടാൽ അടിച്ചുവാരി തുടക്കുന്ന സമയത്ത് എങ്ങനെയായാലും കുറച്ച് പൊടിയും വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കും. നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇട്ടിട്ട് കപ്പ് അമർത്തിയതാണെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ ടൈൽസിൻ്റെ പൗഡർ വെച്ചിട്ട് നല്ല ക്ലിയർ ചെയ്താൽ മതി. കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ട് പൈപ്പ് പെട്ടെന്ന് കാല് ദ്രവിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ കാല് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഉപകാരം ഉണ്ടാവില്ല ഹാൻഡ് റെയിലിനെ കൊണ്ട്. അപ്പോൾ കാണാൻ ഷോ മാത്രം നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. കുറച്ച് സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കപ്പ് അകത്തൊക്കെ ഇടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ വൃത്തിയാക്കുമ്പോൾ കപ്പ് പൊന്തിച്ചിട്ട് വൃത്തിയാക്കിയാൽ മതി. പക്ഷേ മഴ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ കപ്പ് യൂസ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഡെയിലി വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്.